ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ആക്റ്റീവ 125 BS6 മോഡൽ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ജോബ് കാർഡിൽ പറഞ്ഞത് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ് സീറ്റ് ലോക്ക് ചെക്കപ്പ് ചെയ്യണം, ഇൻഡിക്കേറ്ററിൻ്റെ സൗണ്ട് ചെക്ക് ചെയ്യണം, അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റാം, സീറ്റ് ഓവർ മാറ്റിടാം. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് നമ്മൾ കിടക്കുന്നത് കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറിനാണ്. പുതിയ ലൈനറാണ്, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ബ്രേക്ക് നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഷാഫ്റ്റിമാണ്. അപ്പോൾ അതിൻ്റെ ബെയറിംഗ് പ്ലേ ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്കിലത്തെ ടയറായാലും പുതിയ ടയർ അടക്കണം, വലിയ പഴക്കമായിട്ടില്ല. ഹബിനൊന്നും വേറെ പറയത്ത കംപ്ലയിൻ്റ് ചേട്ടാ. ഗിയർ ഓയിൽ ചെക്ക് ചെയ്ത് നല്ല ഓയിലാണ്. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കണം. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, പക്ഷേ മാറ്റേണ്ട ഒരു ടൈമൊന്നും ആയിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട്. അത് നമ്മൾ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം, വേരിയറ്റ് ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങൾ ചെക്ക് ചെയ്യണം, ക്ലച്ച് ഷൂ കാര്യങ്ങൾ ഗ്രീസിങ്ങിൻ്റെ ചെയ്യണം. അതിനൊക്കെ വേണ്ടിയിട്ട് അയച്ചാനാണ്. നിലവിൽ വേറെ പറയത്തൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. നമുക്ക് ഇതുമ്പോൾ കിടക്കുന്ന ബെൽറ്റ് പുതിയ ബെൽറ്റാണ്, വലിയ പഴക്കമായിട്ടില്ല. പക്ഷേ കമ്പനി ബെൽറ്റൊന്നും അല്ല കേട്ടോ, ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ് കിടക്കണേ, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മളതിൻ്റെ ഈ സൈഡിൽ ക്ലച്ച് സൈഡിൽ 2 ഓയിൽ സീലുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കണ്ടീഷൻ നോക്കി നല്ലൊരു ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്, ഓയിൽ ചേഞ്ചിന് വേണ്ടി അയച്ചിട്ടുണ്ട് കേട്ടോ. എഞ്ചിൻ ഹെഡിൻ്റെ അവിടെ പറയത്തൊക്കെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. ആക്സിലേറ്റർ കേബിൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. സീറ്റ് ലോക്കിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഈ ക്യാച്ചർ യൂണിറ്റാണ് പ്രോബ്ലം മെയിനായിട്ട് കേട്ടോ. അപ്പോൾ ഐറ്റം ഓൾറെഡി അവൈലബിൾ അല്ല, നമ്മുടെ സ്റ്റോക്കില്ല. തൽക്കാലം ഞാൻ ഇതന്നെ ഒന്ന് റിപ്പയർ ചെയ്തിടാൻ പറ്റുമോ എന്നുള്ള ദിവസം നോക്കാം. ഐറ്റം അറേഞ്ച് ചെയ്ത് വയ്ക്കാം, ഇടയ്ക്ക് എപ്പോഴെങ്കിലും മാറ്റുന്ന രീതിയിലേക്ക് ചെയ്യാം. തൽക്കാലം ലോക്ക് ആക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ സെറ്റ് ആക്കി തരാം. അതിനുശേഷം നോക്കാം. പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി കളയേണ്ടി വരും. ഈ മോഡൽ പഴയ ഇതിനകത്ത് ബോൾട്ടിൻ്റെ മോഡലായതുകൊണ്ട് അതിൻ്റെ സ്റ്റോക്കിലില്ല. ഇടയ്ക്ക് നമുക്കത് മാറ്റി കളയാൻ എന്തെങ്കിലും. പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്ക് പാഡൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് പാഡൊക്കെ അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാനായിട്ട്. പ്ലേറ്റിനത് ഇവിടെ ചെറിയൊരു പിടുത്തം, ഒരു സൈഡ് ചെറിയൊരു പിടുത്തം പോലെ കാണിക്കുന്നുണ്ട്. ബ്രേക്ക് പാഡിൻ്റെ ഫ്രണ്ട് ഒരു സൈഡ് പാഡ്, ഈ സൈഡ് മാത്രമായിട്ട് ചെറിയൊരു പിടുത്തം കാണിക്കുന്നുണ്ട്. വേറെ കംപ്ലൈൻ്റ് ഒന്നും പറയാനില്ല. ബ്രാക്കറ്റൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഫ്രണ്ട് ടയറൊക്കെ ഒന്ന് ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് റീസെറ്റ് ആക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോൾ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്, വലിയ പഴക്കമായിട്ട്. നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ കൂട്ടത്തിൽ പ്ലഗ് കൂടി നമ്മൾ മാറ്റിയിടണം കേട്ടോ. പിന്നെ നമ്മുടെ അതിൻ്റെ ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് ആംബ്രോണിൻ്റെ ബാറ്ററിയാണ്, 2024 മോഡൽ ബാറ്ററിയാണ്. അത്യാവശ്യം വോൾട്ട് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. 13 വോൾട്ട് ഉണ്ട്. ലോഡ് കൊടുക്കുമ്പോഴായാലും 9.25 വരെ ഉണ്ട്. അപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ സീറ്റ് ഓവർ മാറ്റുന്നേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിൽ ഇടാം. നമുക്ക് എഞ്ചിൻ ഓയിൽ തന്നെ ഉണ്ട്, സീറ്റ് ഓവർ തന്നെ ഉണ്ട്. പിന്നെ സീറ്റ് ലോക്ക് നമുക്ക് ഇല്ലാത്തത് കൊണ്ടുണ്ടോ, അല്ലെങ്കിൽ ക്യാച്ചർ കൂടി മാറ്റിയിടേണ്ടതാണ്. തൽക്കാലം ഞാൻ സെറ്റ് ആക്കാം, ഇടയ്ക്ക് എപ്പോഴെങ്കിലും മാറ്റി കളയാം. പിന്നെ ഒരു ബസർ സെറ്റ് ചെയ്യണ കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബസറും അത്രയും കാര്യസ് അതിനകത്ത് ഉൾപ്പെടുത്തിയേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തു.